രാജുവേട്ടാ, രാജുവേട്ടന്റെ ഏത് ബന്ധുവാ മരിച്ചത്? സാറേ, എന്റെ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെങ്ങനെയാ? അല്ലെങ്കിലും അതിപ്പോ എങ്ങനെയാ രാജുവേട്ടൻ അറിയുന്നേ? രാജുവേട്ടന്റെ ഫോൺ ഇവരുടെ കയ്യിലല്ലേ? അതെ സാറേ. ആരാ മരിച്ചെന്ന് ചോദിച്ചോ രാജുവേട്ടാ? മാഡം, ആരാ മരിച്ച എന്റെ? എന്നിട്ട് എന്താ എന്നോട് പറയാത്ത? രാജുവേട്ടൻ ചോദിക്കുന്നത് കേട്ടില്ലേ? അതിന് മറുപടി പറ. സൂര്യ, നിനക്കിപ്പോ എന്താ വേണ്ടത്? ഓക്കെ, ചോദ്യം നമുക്ക് ഒന്നുകൂടെ സ്ട്രൈറ്റ് ആക്കാം. ഞാൻ രാജുവേട്ടനെ ചോദിച്ചു, രാജുവേട്ടൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. നന്ദിനിയെ കുറിച്ച് ചോദിച്ചു, നന്ദിനി ഇവിടെ ഇല്ലാന്നും നിങ്ങൾ പറഞ്ഞു. എന്തിന്? ഇവര് രണ്ടുപേരുടെയും ഫോൺ നിങ്ങൾ വാങ്ങി വെച്ചു. കാരണം എന്താ? എന്റെ ഫോൺ അച്ഛന്റെ അടുത്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ പറഞ്ഞു. അതിലെന്താ വാസ്തവം? ഇവരുടെ ഫോൺ വാങ്ങിച്ചത് ഞങ്ങളല്ല, മമ്മിയാ. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മമ്മിയോട് ചോദിക്കേ. അതെ, മമ്മിയോട് ചോദിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്താ പേടിക്കോ? മമ്മി എന്ന് പറഞ്ഞാൽ പത്മാമേടോ അല്ലേ, അല്ലാതെ രാജഗോപാലൊന്നും അല്ലല്ലോ. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ രാജഗോപാല തന്നെ. വിഷത്തിന്റെ അളവ് നോക്കുകയാണെങ്കിൽ ആളിയാ ഒന്ന് വന്നേ. വേണ്ടളിയാ, ഞാനിവിടെ നിന്നോളാം. വീട്ടിലെ മരുമകന് ചില സ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ. വാളിയാ, അളിയനെ എന്റെ അടുത്തേക്കൊന്ന് വന്നേ. അളിയനെ ഞാനൊന്ന് ബഹുമാനിക്കട്ടെ. വാ. വരാനല്ലേ പറഞ്ഞ? വാ. ഇന്ദ്രജി, എന്റെ ഫോട്ടോ എടുത്ത് വെച്ചോ. സഞ്ചയനത്തിന് വേണ്ട ഇഡ്ഡലിയും വടയും ഇപ്പോഴേ ഓർഡർ ചെയ്ത് വെച്ചോ. ഇവിടെ വാ. വരാടിയാ. എന്താളിയാ? നന്ദിനി എന്നെ കാണരുതെന്ന് തീരുമാനിച്ചതാരാ? ഞാൻ ഇത്രയും ഉറക്കെ വിളിച്ചിട്ടും നന്ദിനിയെ തടഞ്ഞു നിർത്തിയതാരാ? അളിയ, ഞാനേ സ്വന്തം ഇഷ്ടത്തിന് ഇന്ന് വരെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്ന് അളിയൻ അറിയാലോ. എല്ലാവരും കൂടെ നിർബന്ധിക്കുമ്പോൾ കൂടെ നിൽക്കുക എന്നല്ലാതെ എനിക്കാരോടും ദേഷ്യവും പകയൊന്നുമില്ല. അളിയനോട് ഇരുന്നേ. ഇരിക്കളിയാ. അളിയ, ചീത്ത വിളിക്കുകയാണെങ്കിൽ ചെവിയിൽ വിളിച്ചോ. വിളിച്ചോ. കൂട്ടത്തിലുള്ളൊരു വഴി തെറ്റിയ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അയ്യോ, എന്റെ ചെവി. അയ്യോ. അല്ലാതെ അവര് വഴി തെറ്റിയെന്ന് വെച്ച് അവരൊക്കെ മുമ്പ് നടക്കാൻ ശ്രമിക്കരുത്. എന്റെ മുറിയിൽ വന്ന് നന്ദിനി ഇവിടെ ഇല്ലെന്ന് ഏറ്റവും കൂടുതൽ കള്ളം പറഞ്ഞത് താനാണ്. ഇതിലും വലിയ തെറ്റിയതവര് ഇതൊന്നും ചോദ്യം ചെയ്യാൻ നിക്കില്ല അളിയാ. അയ്യോ, അവിടെ അയ്യോ, മിണ്ടരുത്. അടിച്ച്. അയ്യോ, എന്റെ ചെവി. സത്യത്തിലേ ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. പച്ചക്ക് നിർത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയുന്ന സകലതിനെയും അങ്ങനെ വേണം. നന്ദിനി, ഈ കാര്യത്തിൽ താൻ ഇടപെടണ്ട. ഇവരുടെ ദുഷ്ടതയ്ക്ക് ഒരവസാനം ഉണ്ടാവണമെങ്കിൽ ഇവരെ ശിക്ഷിച്ചേ പറ്റൂ. എന്താ ഇവിടെ?
ആന്റി വന്ന് ചെവിന്ന് വിടളിയാ